ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഫ്രൈ പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് കുൽച്ചയുടെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുൽച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കുൽച്ചയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പൊടിയിൽ തന്നെയാണ് ഇടുന്നത്. അഥവാ ഡ്രൈഡ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഈസ്റ്റും കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ സെപ്പറേറ്റ് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പതുക്കി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടില്ല കേട്ടോ. പകരം ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ എടുക്കാൻ നിൽക്കണ്ട, അപ്പോൾ ടേസ്റ്റ് ആകപ്പാടങ്ങ് മാറിപ്പോവും. പിന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പുളി കുറവുള്ള തൈര് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് എടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഓവർ ചൂടാവാനും പാടില്ല, എന്നാൽ ഭയങ്കര തണുത്ത വെള്ളം എടുക്കണ്ട. ഒരു ഇളം പാകത്തിനുള്ള ചൂടുള്ളത് എടുക്കുക, എങ്കിലേ നമുക്ക് ഈസ്റ്റ് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് മാത്രം കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. വെള്ളം ഓവർ കൂടി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചായിട്ട് മാത്രം സാവധാനം കുഴച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ, എങ്കിലേ ആ ഒരു നമ്മുടെ കുഴക്കനുസരിച്ചിട്ട് കുൽച്ച അത്രത്തോളം നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈദ വെച്ചിട്ടുള്ള കുൽച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റെപ്പ് തന്നെ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുത്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെ. മൈദ വെച്ചിട്ടുള്ള കുൽച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുഴച്ച് നന്നായിട്ട് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ കൂടി ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ നല്ലപോലെ ഒന്ന് കഴുകി വരിക. എന്നിട്ട് വീണ്ടും കുഴക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഒന്നുകൂടി കുഴക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരിവാവുമല്ലോ, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ആ ഒരു ഫൈനൽ കുഴയില്ലേ, നല്ലപോലെ സോഫ്റ്റായി ഒന്നങ്ങ് സെറ്റ് ചെയ്ത് കുഴക്കുന്നത്, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇതാ നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുൽച്ചയുടെ മാവ് ഏതാണ്ട് കുഴച്ച് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ബൗളിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊങ്ങുന്ന സമയത്ത്. എന്നിട്ട് ഇതിലാണ് ഈ ഒരു കുഴച്ച മാവിനെ വെച്ചിട്ട് അടച്ച് വെക്കുന്നത്. നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലാണ് അടച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സെയിം ബൗളിൽ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള അടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുള്ള അടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി കേട്ടോ. എനിക്കിപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള അടപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ല, അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 2-2.5 മണിക്കൂറൊക്കെ ഒന്ന് വെക്കുക കേട്ടോ, ചുരുങ്ങിയത്. പിന്നെ ഓരോ നാട്ടിലെ കാലാവസ്ഥക്ക് അനുസരിച്ച് അറിയാലോ, പൊങ്ങാനുള്ള ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് പൊങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഞാനൊന്ന് പതുക്കെ കുഴക്കുന്നുണ്ട് കേട്ടോ. ഓവർ ബലം കൊടുക്കാതെ ഒന്നങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുൽച്ച റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഒരു ചപ്പാത്തി, ഒരു നല്ല വലുപ്പമുള്ള ചപ്പാത്തിക്ക് നമ്മൾ ഉരുള എടുക്കുമല്ലോ, ആ ഒരു രീതിക്കുള്ള ഉരുളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നോർമൽ ഇത്രയും വലുപ്പമുള്ള ഉരുള എടുത്താലും നമ്മൾ പരത്തുമ്പോൾ ചെറുതായിട്ട് പരത്തുക. അതായത് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ വലുപ്പത്തിനുള്ള ഉരുള എടുക്കുകയാണെങ്കിൽ പൂരിയുടെ വലുപ്പത്തിലായിട്ട് പരത്തുക, വലിയ പൂരിയുടെ വലുപ്പത്തിൽ പരത്തുക. അങ്ങനെയാണ് കേട്ടോ കുൽച്ച വേണ്ടത്. ഓവർ നേരിയതാവാനും പാടില്ല, അത്യാവശ്യം കട്ടിയും വേണം. പക്ഷെ നമ്മളിത് ഫ്രൈ പാനിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓവർ വല്ലാണ്ടങ്ങ് കട്ടിയാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേവാൻ ടൈം എടുക്കും, പിന്നെ അത്ര നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പാകത്തിന് കട്ടിയോടുകൂടി തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തുള്ളത്. ഇത്രയും മതി, ഓവറാവണ്ട. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം എടുത്തങ്ങ് ഒഴിക്കരുത്, ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക.
അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കറുത്ത എള്ളില്ലേ അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഓർഡറൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്നങ്ങനെ എല്ലാ സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. വെള്ളം നനച്ചത് കൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് ഒട്ടി നിൽക്കും, എന്നാലും ഒന്ന് വെള്ളം ഉണ്ടെന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കുൽച്ച റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കേണ്ട പരിപാടിയില്ല. കണ്ടില്ല, അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാലും ഓവർ നേരിയതുമല്ല. ആ ഒരു രീതിക്ക് ഇത്രയും മതി കേട്ടോ. എൻ്റെ ഇതാ കണ്ടില്ല, ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്നതിൽ ഒരല്പം വലുപ്പം, ഒരു വലിയ പൂരിയാക്കുമല്ലോ, ആ ഒരു സൈസ് തന്നെ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്താലോ. എന്നിട്ട് ഇതാ നമ്മുടെ പാൻ ചൂടായതിന് ശേഷം ഞാനിതാ കുൽച്ച ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചുട്ടെടുക്കും, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ട്. ഓവർ തീ കൂട്ടി വെക്കാൻ നിൽക്കേണ്ട. എന്നിട്ട് സൈഡിൽ കൂടി ഇതുപോലെ പച്ചവെള്ളം ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെന്തിനാന്ന് ചോദിച്ചാൽ എന്നിട്ട് ഉടനെ തന്നെ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാൻ വേണം. കുൽച്ച പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അടച്ച് വെക്കാൻ മറക്കരുത്. വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1-1.5 മിനിറ്റൊക്കെ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ, ഒരു സൈഡ് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 മിനിറ്റൊക്കെ ആയതിനു ശേഷം ഞാൻ അടുപ്പ് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ല, മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ട് അവിടെ ഇവിടെ ബബിൾസൊക്കെ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി നിന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അടിഭാഗത്തും കുറച്ച് ബട്ടർ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെയൊക്കെ ഇവിടെയൊക്കെ കണ്ടില്ല, ചെറുതായിട്ടൊന്ന് കളറും മാറി വന്ന് അപ്പോൾ ഒരു സൈഡ് കുക്കായിന് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അപ്പുറത്തെ സൈഡും നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു സൈഡും കൂടി കുക്കാകുന്ന ഏകദേശം 1.5 മിനിറ്റ് നേരം ആ ഒരു സൈഡും കൂടി കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കുൽച്ച റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്യുക, നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈ പാനിൽ ചെയ്തെടുത്തിട്ടുള്ള കുൽച്ച റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ, അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഭംഗി പോലെ തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മൈദ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ, പക്ഷേ മൈദപ്പൊടി എടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ സൂപ്പർ സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാ കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, അത്രയും സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്ന ഐറ്റാണ്. പിന്നെ ബട്ടർ ചിക്കൻ്റെ എല്ലാ ടൈപ്പ് ഐറ്റംസിനും ബെസ്റ്റ് കോമ്പിനേഷൻ, ഒന്നും പറയാനില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരുപാട് ടൈമൊന്നും അങ്ങനെ പൊങ്ങാൻ വേണ്ടി വെക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ കട്ടേച്ച് കണ്ടില്ലേ, നല്ല അടിപൊളി ആയിരിക്കുന്നില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്